നമസ്കാരം. ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് പരിശോധിക്കുന്ന ബാർക്കിൻ്റെ റേറ്റിംഗ് വിശകലന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ റിപ്പോർട്ടാണ് ഈ ആഴ്ച ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ ടെലിവിഷൻ പെർഫോമൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളം ചാനലുകളുടെ റേറ്റിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. ഒപ്പം എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ്റെ സ്ഥിതി വിവര കണക്കും നമ്മൾ പരിശോധിക്കും. മലയാളം ന്യൂസ് ചാനലുകളുടെ വലിയ കിതപ്പായിരുന്നു രണ്ടാഴ്ച മുമ്പ് നമ്മൾ കണ്ടത്. വൻ ഇടിവ് രേഖപ്പെടുത്തിയ ആഴ്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ആഴ്ച ചെറിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. ഈ ആഴ്ചയും ആ മുന്നേറ്റം തുടരുകയാണ്. നഷ്ടപ്പെട്ട വ്യൂവേഴ്സിനെ തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചാനലുകൾ പോകുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അതോടൊപ്പം തന്നെ വിനോദ ചാനലുകളിലും കാര്യമായ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വിനോദ ചാനലിൽ വൻ ഇടിവാണ് കഴിഞ്ഞ ആഴ്ചകളിൽ അല്ലെങ്കിൽ കുറച്ച് മാസമായിട്ട് തന്നെ കാണാൻ ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തെ മറികടക്കുന്ന വിധത്തിൽ വിനോദ ചാനലുകൾ പഴയ സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. OTTയുടെയും ഓൺലൈൻ സാഹചര്യങ്ങളുടെയും ഒക്കെ വരവിൻ്റെ തുടർച്ചയായി ടെലിവിഷനുകളിൽ ആളുകൾ കാണാൻ ഇരിക്കുന്നത് കുറയുന്നു എന്നുള്ള സർവേ റിപ്പോർട്ടുകൾ തന്നെ പുറത്തു വന്ന ഒരു കാലമാണ്. ഈ കാലഘട്ടത്തിൽ മലയാളം ടെലിവിഷൻ ചാനലുകൾ വ്യൂവേഴ്സിനെ തിരിച്ചു പിടിക്കുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന ആദ്യ ഘട്ടമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ. പക്ഷേ പഴയ തലത്തിലേക്ക് പോയിട്ടില്ല. അങ്ങനെ പോകണമെങ്കിൽ വലിയൊരു യാത്ര, ഒരു ഘട്ടം ഇനിയും യാത്ര ചെയ്ത് അതിജീവിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ആഴ്ച നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം മലയാളം ടെലിവിഷൻ ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് ആണ്. 100-ന് മുകളിൽ പോയിന്റ് നേടിയ 2 ചാനലുകളുണ്ട് എന്നുള്ളതാണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതോടൊപ്പം തന്നെ മറ്റ് ചാനലുകളിലും വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് ഈ റേറ്റിംഗ് റിപ്പോർട്ടിൽ. ആദ്യം നമുക്ക് സ്ഥാനക്രമം പരിശോധിക്കാം. അതിനുശേഷം ചാനലുകളുടെ പോയിന്റുകൾ പരിശോധിക്കാം. പിന്നീട് അഡീഷണലായി പറയാനുള്ള കാര്യങ്ങളും എൻ്റർടൈൻമെൻറ്റ് ചാനലുകളുടെ റേറ്റിംഗ് പരിശോധിക്കാം. സ്ഥാനക്രമം നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ചത്തെ 1-ാം സ്ഥാനം ഏഷ്യാനെറ്റ് ന്യൂസിന് തന്നെയാണ്. 2-ാം സ്ഥാനം 24 ന്യൂസിനാണ്. 3-ാം സ്ഥാനത്ത് മനോരമ തുടരുന്നു. 4-ാം സ്ഥാനത്ത് മാതൃഭൂമിയും തുടരുന്നു. ഒപ്പം റിപ്പോർട്ടർ TV 5-ാം സ്ഥാനത്ത് തുടരുന്നു. 6-ാം സ്ഥാനത്ത് കൈരളി ഉണ്ട്. കൈരളിയുടെ 6-ാം സ്ഥാനമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദമായി ചർച്ച ചെയ്തത്. 7-ാം സ്ഥാനത്ത് ജനം TVയും തുടരുന്നുണ്ട്. 8-ാം സ്ഥാനത്ത് മീഡിയ വൺ ഉണ്ട്. മീഡിയ വൺ ആ സ്ഥാനം നിലനിർത്തി പോവുകയാണ്. മാത്രമല്ല ഇപ്രാവശ്യത്തെ പോയിന്റ് നിലയിലും ഒരു പ്രത്യേകതയുണ്ട്. അത് നമുക്ക് പരിശോധിക്കുമ്പോൾ വീണ്ടും പരാമർശിക്കാം. 9-ാം സ്ഥാനത്ത് ന്യൂസ് 18 കേരളയാണ്. 10-ാം സ്ഥാനത്ത് രാജ് ന്യൂസ് മലയാളവും എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ ചാനലുകൾക്കെല്ലാം അവസാനമുള്ള രാജ് ന്യൂസിന് ഒഴികെ ബാക്കി മുഖ്യധാരയിൽ നമ്മൾ പരിശോധിക്കാൻ അർഹമായ എല്ലാ ന്യൂസ് ചാനലുകൾക്കും വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ ന്യൂസ് 18 കാര്യമായ വർധനയൊന്നുമില്ലാതെ ചെറിയ വർധനയിൽ മാത്രം ഒതുങ്ങുന്നത്. ന്യൂസ് 18 സമീപകാല പെർഫോമൻസ്, പ്രത്യേകിച്ചും അവർ ജനം TVക്ക് അപ്പുറത്തേക്ക് ജനം TVയോട് മത്സരിക്കുന്ന ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ ജനം TVയോട് മത്സരിക്കുന്ന ഒരു ചാനൽ എന്നുള്ള നിലയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ന്യൂസ് 18 ഉള്ളടക്കം ജനം TVയിൽ നിന്നും വ്യത്യസ്തമല്ലാത്തത് കൊണ്ടുകൂടിയായിരിക്കാം ജനം TVക്ക് തന്നെയാണ് വർധനയിൽ എപ്പോഴും കൂടുതലായി വർദ്ധിക്കുന്നത്. ന്യൂസ് 18 അവരുടെ 8-ാം സ്ഥാനവും നഷ്ടപ്പെട്ട് 9-ാം സ്ഥാനത്തേക്ക് ഇടിഞ്ഞു എന്നുകൂടി ശ്രദ്ധേയമായ കാര്യമാണ്. അത് 2 ആഴ്ചയായിട്ട് ഇങ്ങനെ പോയിന്റ് നിലയിലേക്ക് കടക്കുമ്പോൾ 1-ാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസാണ് നിലനിൽക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പോയിന്റ് നിലയിൽ 4.54 വർധനയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസിന് കഴിഞ്ഞ ആഴ്ച 134.47 പോയിന്റ് ഉണ്ടായിരുന്നത് ഈ ആഴ്ച 4.54 പോയിന്റ് വർദ്ധിച്ച് 139.01 എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 2-ാം സ്ഥാനത്തുള്ള 24-ൻ്റെയാണ് ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ വർധന. 5.33 പോയിന്റാണ് 24-ന് വർദ്ധിച്ചത്. 24 ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അതായത് 1-ാം സ്ഥാനത്തുള്ള ചാനലുമായി കുറച്ചു കാലം മുന്നേ വലിയ അടുത്തേക്ക് പോകുന്ന വിധം മത്സരം ഉണ്ടായിരുന്നു. പിന്നീട് 1-ാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റുമായി അകലത്തിലേക്ക് പോയ 24 കഴിഞ്ഞ ആഴ്ചയോടെ വീണ്ടും മത്സരത്തിലേക്ക് വരുന്നതിൻ്റെ സൂചന ഉണ്ട് എന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ ആഴ്ചയും ആ സൂചന ശരിവെക്കും വിധത്തിലാണ് കാര്യങ്ങൾ. 5.33 വർദ്ധിച്ചു എന്ന് മാത്രമല്ല ഏഷ്യാനെറ്റ് ന്യൂസുമായുള്ള അകലം ചെറുതായിട്ടാണെങ്കിലും കുറച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. 24-ൻ്റെ പോയിന്റ് നിലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 100 കടന്നു എന്നുള്ളതാണ്. അങ്ങനെ 200+ ചാനലുകളായി വീണ്ടും 24-ന് 100-ന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. 100 കോടി ക്ലബ്ബ് എന്ന സിനിമാക്കാരൊക്കെ പറയുന്നത് പോലെ 100 പോയിന്റ് ക്ലബ്ബിലേക്ക് 24-ഉം ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. 24-ൻ്റെ പോയിന്റ് നില 5.33 കൂടിയ കാര്യം നമ്മൾ പറഞ്ഞില്ലേ. 95.74 ആയിരുന്നത് 5.33
കൂടി 101.07 കുതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസാണ്. മനോരമ ന്യൂസിനും 1.79 വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനോരമ ന്യൂസിൻ്റേത് കഴിഞ്ഞ ആഴ്ച 70.41 പോയിൻ്റ് ആയിരുന്നത് 1.79 വർദ്ധിച്ച് 72.2 പോയിന്റിലേക്ക് എത്തി എന്നുള്ളതാണ്. നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസാണ്. മാതൃഭൂമി ന്യൂസിൻ്റെ പോയിൻ്റ് 1.9 പോയിൻ്റ് വർദ്ധിച്ചു. ആ വർധനയിലും മനോരമയേക്കാൾ കൂടുതൽ വർദ്ധിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം. മാത്രമല്ല മാതൃഭൂമി ന്യൂസ് നമ്മൾ കഴിഞ്ഞ കുറച്ചാഴ്ചയായിട്ട് പറയുന്നത് പോലെ തന്നെ മൂന്നാം സ്ഥാനത്തിന് വേണ്ടി മനോരമയുമായി മത്സരിക്കുന്നുണ്ട്. അതിൻ്റെ വ്യക്തമായ മത്സരം ഈ ആഴ്ചയും തുടരുന്നുണ്ട്. അഞ്ചാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വിയാണ്. റിപ്പോർട്ടർ ടി വി ആ സ്ഥാനത്ത് അങ്ങനെ തുടരുകയാണ്. റിപ്പോർട്ടർ ടി വിക്ക് വർധന മൊത്തത്തിൽ ഉണ്ടാകുമ്പോഴും കാര്യമായ വർധനയൊന്നും രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. 1.8 പോയിൻ്റാണ് റിപ്പോർട്ടർ ടി വിക്ക് വർദ്ധിച്ചത്. 30.77 പോയിൻ്റ് ആയിരുന്നത് 1.8 പോയിൻ്റ് വർദ്ധിച്ച് 32.57 എത്തി റിപ്പോർട്ടർ ടി വിയുടെ നില. ആറാം സ്ഥാനത്ത് കൈരളി ന്യൂസാണ്. കൈരളി ന്യൂസും സേഫായി നിൽക്കുകയാണ്. അവർക്കും ഇത്തവണ കാര്യമായ വർധനയുണ്ടായി. 2.72 പോയിൻ്റാണ് അവർക്ക് വർദ്ധിച്ചത്. അതായത് 24-നാണ് കൂടുതൽ വർദ്ധിച്ചത്. രണ്ടാമത് ഏഷ്യാനെറ്റ്, മൂന്നാമത് കൈരളി ന്യൂസിനാണ് ഈ ആഴ്ചത്തെ വർധനയിൽ കൂടിയ വർധന രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. കൈരളി ന്യൂസിന് കഴിഞ്ഞ ആഴ്ച 27.08 ആയിരുന്നത് 2.72 വർദ്ധിച്ച് 29.8 എന്ന പോയിന്റിലേക്ക് എത്തി കൈരളി. ഏഴാം സ്ഥാനത്ത് ജനം ടി വിയാണ്. ജനം ടി വിയുടെ പോയിന്റ് 1.58 വർദ്ധിച്ചു. തൊട്ട് മുമ്പത്തെ ആഴ്ച 24.48 ആയിരുന്നത് 1.58 വർദ്ധിച്ച് 26.06 ആയി എന്നുള്ളതാണ്. എട്ടാം സ്ഥാനത്ത് മീഡിയ വൺ ആണ്. കുറച്ച് ആഴ്ചയായി മീഡിയ വൺ എട്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ട് അവർ ഏഴാം സ്ഥാനത്തുള്ള ജനം ടി വിയുമായി ചെറിയ വ്യത്യാസം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആഴ്ച മീഡിയ വണ്ണിന് കാര്യമായ വർധനയുമുണ്ടായി. 2.43 പോയിന്റിൻ്റെ വർധന മീഡിയ വണ്ണിനുണ്ടായി. തൊട്ട് മുമ്പത്തെ ആഴ്ച 22.82 ആയിരുന്നത് 2.43 വർദ്ധിച്ച് 25.25 പോയിന്റിലേക്ക് മീഡിയ വൺ കുതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് 18 കേരളയാണ്. ന്യൂസ് 18 കേരളയുടെ പോയിന്റ് 1.01 വർദ്ധിച്ചു. 17.39 ആയിരുന്നത് 1.01 വർദ്ധിച്ച് 18.4 പോയിൻ്റായി എന്നുള്ളതാണ് ന്യൂസ് 18-ൻ്റെ പോയിൻ്റ് നില. പത്താം സ്ഥാനത്ത് രാജ് ന്യൂസ് മലയാളമാണ്. രാജ് ന്യൂസ് മലയാളത്തിൻ്റെ പോയിൻ്റ് 0.07 കുറഞ്ഞു. തൊട്ട് മുമ്പത്തെ ആഴ്ച 0.29 ആയിരുന്നത് 0.07 കുറഞ്ഞ് 0.22 ആയി എന്നുള്ളതാണ്. ഈ ആഴ്ചത്തെ റേറ്റിംഗ് കാണുമ്പോൾ നമുക്ക് അസാധാരണമായി തോന്നുന്ന ഒരു കാര്യം, വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്ത ഒരാഴ്ചയായിരുന്നു കടന്നുപോയത്. അതിൻ്റെ തുടർച്ചയായി ഈ റേറ്റിംഗ് വരുമ്പോൾ റേറ്റിംഗിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യാപകമായ വർധന, എല്ലാവർക്കും ഒരുപോലെ തന്നെ അല്ലെങ്കിലും വ്യത്യസ്തമായ നിലയിലാണെങ്കിലും കൂടിയ നിലയിൽ വർധനയുണ്ടായി എന്നുള്ളതാണ്. രണ്ടാമത്തേത്, പൊതുവായ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴും ചാനലിൻ്റെ വ്യൂവേഴ്സ് കൂടുന്നതിൻ്റെ കാരണം കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് പരിശോധിക്കുമ്പോൾ ചാനലുകൾക്ക് മൊത്തത്തിൽ വർധനയുണ്ടായതായി കാണാം. പ്രത്യേകിച്ച് സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ രണ്ടാഴ്ച മുമ്പുണ്ടായ വലിയ ഇടിവ് അത് അതിജീവിക്കാനുള്ള ഒരു ശ്രമം ഈ ആഴ്ച തുടരുന്നുണ്ട്. അത് ഒരു തരത്തിൽ വിജയത്തിലേക്ക് എത്തുന്നു എന്ന് വേണം പറയാൻ. എല്ലാ ചാനലുകളിലും തന്നെ റേറ്റിംഗ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം പൊതുവായി പറയാനുള്ളത്, ചാനലുകളിൽ 2 ചാനലുകൾ 100-ന് മുകളിലേക്ക് പോയിന്റ് എത്തി എന്നുള്ളതാണ്. 100 കോടി ക്ലബ്ബ് എന്നൊക്കെ മലയാള സിനിമയിൽ പറയുന്നത് പോലെ കുറച്ച് ആഴ്ചകളായി ഏഷ്യാനെറ്റ് മാത്രമാണ് ഇപ്പോൾ 22 മെയിൽ ABC എന്ന് പറയുന്ന നമ്മൾ സ്ഥിരമായി നോക്കുന്ന സെഗ്മെൻറ്റിൽ 100-ന് മുകളിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം 24 അതിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു, 100 പോയിന്റിന് മുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് 24-ൻ്റെ ഇടിവിൻ്റെ ഒരു കാരണം മറികടക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതായത് റിപ്പോർട്ടർ ടി വിയുടെ വരവ് ആദ്യഘട്ടത്തിൽ വലിയ ഭീഷണിയായില്ലെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ കെട്ടിലും മട്ടിലുമുള്ള സമാനതയും 24-ലൂടെ കണ്ട് ശീലിച്ച അവതാരകരുടെ അവിടുത്തെ സാമീപ്യവും എല്ലാം കൂടി ആയപ്പോൾ, പിന്നെ മറ്റ് പൊതുവായ കാര്യങ്ങളും കൂടി ആയപ്പോൾ 24-ന് അത് ചെറുതായി ബാധിച്ചു എന്ന് വേണം കരുതാൻ. എന്നാൽ ആളുകൾക്ക് കണ്ട് ശീലം വന്നപ്പോൾ 24-ൻ്റെ സ്ഥിരം ഭാവുകത്വം റിപ്പോർട്ടറിൽ നിന്ന് കിട്ടുന്നില്ല. റിപ്പോർട്ടർ മറ്റ് ചില എക്സെൻട്രിക്കായ കാര്യങ്ങൾ പല രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. മലയാള ചാനൽ രംഗത്ത് പതിവില്ലാത്ത വിധം വർഗീയമായ ചിന്തകളിലേക്ക് ചില തരത്തിൽ ചില അവതാരകരുടെ ഇടപെടലിൽ പോകുന്നു എന്നുള്ളത് കൂടി ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. ഈ ഘട്ടത്തിലാണ് വളരെ വ്യത്യസ്തമായ നിലയിൽ കുറച്ച് സൗമ്യമായി
വാർത്തകളെ സമീപിച്ചിരുന്ന, ഏഷ്യാനെറ്റിൽ നിന്ന് പോലും കൾച്ചറിൽ പോലും വ്യത്യാസമുള്ള രീതിയിൽ വാർത്തകളെ സമീപിച്ചിരുന്ന 24 തിരിച്ചറിയുകയും വീണ്ടും അതിലേക്ക് പ്രേക്ഷകർ പോവുകയും ചെയ്യുന്നത് എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ. അത് ഇനിയുള്ള ആഴ്ചകൾ എങ്ങനെ മുന്നോട്ട് പോകും നമുക്കറിയില്ല. എന്തായാലും മൊത്തത്തിൽ ആളുകൾ കൂടി എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. മറ്റൊന്ന് മീഡിയ വണ്ണിൻ്റെ മെച്ചപ്പെടലാണ്. മീഡിയ വൺ കാര്യമായി തന്നെ മെച്ചപ്പെടുന്നു എന്ന് വേണം പറയാൻ. അവരിപ്പോൾ ഈ സ്ഥാനം 1-2 ആഴ്ചയായി ഒരേപോലെ തന്നെ 8ാം സ്ഥാനത്താണ് തുടരുന്നതെങ്കിലും ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി അതിൽ കാര്യമായ വർധനയോടുകൂടി അവർ നിൽക്കുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇതാണ് ന്യൂസ് ചാനലുകളെക്കുറിച്ച് പൊതുവായി പറയാനുള്ളത്. എൻ്റർടൈൻമെൻറ്റ് ചാനലുകളിലേക്ക് വന്നാൽ അവിടെയും പ്രേക്ഷകർ തിരിച്ചു പോകുന്നു, ചാനലുകളിലേക്ക് വ്യൂവേഴ്സ് തിരിച്ച് എത്തുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് ശുഭകരമായ കാര്യമാണ്. നമ്മൾ 2-3 ആഴ്ചയായി ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വലിയ ഇടിവ് നേരിട്ടതിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. ഓൺലൈനിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് OTT പ്ലാറ്റ്ഫോമുകളുടെയും വരവുകൾ ഈ ചാനലുകളെ ബാധിച്ചിരുന്നതിൻ്റെ ഒരു ഉദാഹരണമായി ആ കാര്യം വായിക്കപ്പെട്ടിരുന്നു. എന്തായാലും ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾക്ക് വ്യൂവേഴ്സ് കൂടുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ആഴ്ച ഏഷ്യാനെറ്റിൻ്റെ പോയിൻ്റ് 755 1-ാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റിൻ്റെ പോയിൻ്റ്. സി കേരളം 226 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. മഴവിൽ മനോരമ 3-ാം സ്ഥാനത്ത് 188 പോയിൻ്റാണ്. സൂര്യ TV 4-ാം സ്ഥാനത്ത് 185 പോയിൻ്റ്. ഫ്ലവേഴ്സ് TV 184 പോയിൻ്റ് 5-ാം സ്ഥാനത്ത്. ഏഷ്യാനെറ്റ് മൂവീസ് 6-ാം സ്ഥാനത്ത് 160 പോയിൻ്റാണ്. 7-ാം സ്ഥാനത്ത് കൈരളി TV ആണ് 106 പോയിൻ്റാണ്. സൂര്യ മൂവീസാണ് 8-ാം സ്ഥാനത്ത് 104 പോയിൻ്റ്. ഏഷ്യാനെറ്റ് പ്ലസ് 74 പോയിൻ്റ് 9-ാം സ്ഥാനത്ത്. കൊച്ചു TV 64 പോയിൻ്റ് 10-ാം സ്ഥാനത്ത്. വി ചാനൽ 64 പോയിൻ്റ് 10-ാം സ്ഥാനത്ത് തുല്യമായി നിൽക്കുന്നു. 48 പോയിൻ്റോടുകൂടി 11-ാം സ്ഥാനത്ത് അമൃത TV നിൽക്കുന്നു. ഇങ്ങനെയാണ് വിനോദ ചാനലുകളുടെയും പോയിൻ്റ് നില. മൊത്തത്തിൽ ചാനലുകൾക്ക്, ന്യൂസ് ചാനലായാലും വിനോദ ചാനലായാലും മലയാളം ചാനലുകൾക്ക് സന്തോഷകരമായ ഒരു ആയിരുന്നു കഴിഞ്ഞ ആഴ്ച എന്നുള്ളതാണ് ഈ ആഴ്ച വന്ന ബാർക്ക് റേറ്റിംഗ് റിപ്പോർട്ട് നമുക്ക് മുന്നിലേക്ക് വെക്കുമ്പോൾ മനസ്സിലാവുന്നത്. അടുത്ത ആഴ്ച നമുക്ക് ബാർക്ക് റേറ്റിംഗ് വിശകലനവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.